ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ കുറേ നാളായി പിന്നെ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട്. എപ്പോൾ കോൺസ്റ്റൻ്റ് ആവണമെന്ന് കണ്ടിന്യൂസ് ആവണമെന്ന് വിചാരിച്ചാലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിരിക്കും. ഐ ഡോണ്ട് നോ വൈ. ഞാൻ തന്നെ എന്നെ ഭയങ്കര ബേസിക്കലി ഒരു അൺലക്കി ഗേളായിട്ടാണ്, ഒരു അൺലക്കി വുമണായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അറിയില്ല, ഞാൻ എന്ത് തൊട്ടാലും എനിക്കതിൽ ഒരു ലക്കും ഉണ്ടാവാറില്ല. സോ ഓക്കെ, അപ്പം ലെറ്റ്സ് കണ്ടിന്യൂ ടു ദ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇടയ്ക്ക് വെച്ച് എനിക്ക് നല്ല രീതിക്ക്, ഞാൻ സ്ഥിരം പറയുന്ന പോലെ, ഞാൻ എപ്പോൾ വീഡിയോ എടുക്കാൻ വന്നിരുന്നാലും ഇവിടെ സ്ഥിരം വണ്ടികൾ പോയിക്കൊണ്ടിരിക്കും, ഇല്ലെങ്കിൽ ഒരു വണ്ടിയും പോകാറില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഭയങ്കര ഒരു അൺലക്കിയാണ് ഞാൻ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ലൈക്ക് സ്കിൻ ഇഷ്യൂസ് ഐ ഫേസ്ഡ്. ആക്ച്വലി എനിക്കങ്ങനെ സ്കിന്നിനായിക്കോട്ടെ, സ്കിന്നിൽ അങ്ങനെ ഇഷ്യൂസ് ഒന്നും വരുന്നൊരു ടൈപ്പേ അല്ലായിരുന്നു. ബേസിക്കലി ഐ ഹാവ് ഓയിലി സ്കിൻ. പക്ഷേ എനിക്കങ്ങനെ എന്തെങ്കിലും പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടുള്ള റിയാക്ഷൻസോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാനിങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി കാത്തിരുന്നു തോന്നുന്നു, ഈ വണ്ടികളെല്ലാം ഇതുവഴി പോകാൻ വേണ്ടി. കണ്ടില്ലേ, സത്യം പറഞ്ഞാൽ ഇത്രയും നേരം ഞാനിവിടെ വീഡിയോ എടുക്കുന്നതിന് മുന്നേ വരെ ഇവിടെ ഒരു വണ്ടികൾ പോകുന്ന സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. ഇപ്പം ഇങ്ങനെ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സൗണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ കുറച്ചൊക്കെ എക്സ്ക്യൂസ് ചെയ്യുക, എനിക്ക് എത്രയും പറയാൻ പറ്റും. ഇതേ വരുന്ന അടുത്ത വണ്ടി. മാത്രമല്ല, എനിക്കാണെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് ചൂടെടുത്തിട്ട് പാടില്ല, നല്ല രീതിക്ക് ചൂടെടുക്കുന്നുണ്ട്. ഇവിടുത്തെ ഫാനാണെങ്കിൽ ഇടാൻ പറ്റില്ല, ഫാൻ കംപ്ലൈൻ്റ് ആണ്. പോരാത്തതിന് വെയിലില്ലെങ്കിൽ തന്നെ ഭയങ്കര ചൂടാണ്. ഓക്കെ, നമുക്ക് നല്ല അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ടോപ്പിക്കിലൂടെ നമുക്ക് തിരിച്ചു തരാം. സ്കിൻ ഇഷ്യൂസ്. എൻ്റെ സ്കിൻ എങ്ങനെയാണ് ഇരുന്നതെന്നുള്ളത് ഞാൻ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ എന്തായാലും ഞാൻ ഫോട്ടോ വയ്ക്കാം. കാരണം അത്രയ്ക്ക് എന്ന് വെച്ചാൽ എനിക്കറിയില്ല, എൻ്റെ ലൈഫിൽ എനിക്കിങ്ങനെ സ്കിൻ ഇഷ്യൂസ് കാര്യങ്ങൾ, അതെനിക്ക് സ്കിൻ ഇഷ്യൂസ് എവിടെ വന്നാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ എൻ്റെ ഫേസിൽ തന്നെ വരുന്നത് എനിക്ക് സഹിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. കാരണം ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ, മുമ്പായിരുന്നെങ്കിൽ ഞാൻ പുറത്ത് പോലും ഇറങ്ങി നടക്കില്ല. കാരണം എനിക്ക് അത്രയ്ക്ക് കോൺഫിഡൻസ് ഒക്കെ ഇങ്ങനെ കുറവുള്ളൊരു ടൈപ്പാണ്. പക്ഷേ ഇപ്പോൾ സീരിയസ് ആയിട്ട് എൻ്റെ സ്കിന്നിലൊരു പ്രശ്നം വന്നപ്പോഴത്തേനും ഞാനിങ്ങനെ ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോർമലൈസ് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. അപ്പം ലൈക്ക് എനിക്ക് ആദ്യം ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, മാസ്ക് വെച്ച് പുറത്തിറങ്ങിയാലോ, അല്ലെങ്കിൽ എങ്ങനെയാണ് പുറത്ത് പോവുക, അതും ട്രിവാൻഡ്രം എന്ന് പറയുന്നൊരു സിറ്റിയിലൊക്കെ ഇങ്ങനെ ഇത്രയും ആൾക്കാരുള്ളിടത്തൊക്കെ എങ്ങനെ ഇറങ്ങി നടക്കും. ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു ഫസ്റ്റ് വന്ന എൻ്റെ ഒരു തോട്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഓക്കെ, നമുക്ക് ഇത്രയും പ്രശ്നമൊക്കെയല്ലേ ഉള്ളൂ, പക്ഷേ ഇതിൽ കൂടുതൽ കുറവുകളൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അവരൊക്കെ എന്ത് ധൈര്യത്തോടെയാണ് സൊസൈറ്റീൻ്റെ ഫ്രണ്ടിൽ ഫേസ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു പ്രശ്നമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, എന്തിന് മാസ്ക് വയ്ക്കണം, എന്തിന് ആൾക്കാരെന്ത് ചിന്തിക്കുമെന്ന് വിചാരിച്ച് പുറത്തിറങ്ങാതിരിക്കണം. ഞാൻ ഭയങ്കര കൂളായിട്ട് ഞാനിങ്ങനെ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ കൂടെയൊക്കെ ഞാനിങ്ങനെ കൂളായിട്ടൊക്കെ ഇങ്ങനെ നടക്കും. അപ്പോഴും ഉള്ളിൽ പക്ഷേ ഒരുപാട് പേരെന്നെ ശ്രദ്ധിക്കുന്നു എന്നുള്ളതും എൻ്റെ ഫേസിലോട്ടൊക്കെ നോക്കുന്നതും ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലും ഞാൻ നടക്കുമായിരുന്നു. കാരണം നമ്മൾ ചില കാര്യങ്ങളൊക്കെ നോർമലൈസ് ചെയ്യണം. ഒരുപാട് ഗുളികകളും കാര്യങ്ങളും ഞാനങ്ങനെ കഴിച്ചിട്ടില്ല എൻ്റെ ലൈഫിൽ. എനിക്ക് കഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ സത്യം പറഞ്ഞാൽ അങ്ങനെ വന്നിട്ടില്ല. ലൈക്ക് പനി വരുമ്പോൾ പാരസെറ്റമോൾ കഴിക്കും എന്നല്ലാതെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. ബട്ട് ഇപ്പോൾ സർജറി കഴിഞ്ഞ സമയത്താണ് ഒത്തിരിയധികം ഡോസേജുള്ള മരുന്നുകൾ കാര്യങ്ങളൊക്കെ കഴിക്കേണ്ടി വന്നത്. അപ്പം അത് നന്നായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബേസിക്കലി അത് മാത്രമല്ല, ബ്ലഡ് ചെക്ക് ചെയ്ത സമയത്ത് വൈറ്റമിൻസിൻ്റെ നല്ല കുറവുണ്ടായിരുന്നു. അത് വൈറ്റമിൻ കുറവ് വരുമ്പോൾ നമുക്ക് ഈ വെള്ളപ്പാണ്ട് പോലത്തെ പാടൊക്കെ മുഖത്ത് വരില്ലേ, അത് തന്നെ ആയിരുന്നു ആക്ച്വലി എനിക്ക് വന്നത്. പക്ഷേ എനിക്ക് നല്ല സിവിയറായിട്ടത് ഫേസ് ഫുള്ളിങ്ങനെ പടരുന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഞാൻ നോട്ടീസ് ചെയ്തത് എനിക്ക് ചീക്സിൻ്റെ ഈ പോർഷനിൽ തന്നെ വന്നത്. പക്ഷെ അത് ഗ്രാജുവലി അത് സ്പ്രെഡ് ചെയ്യുന്നത്
പിന്നീട് ഞാൻ അറിഞ്ഞു. കാരണം എൻ്റെ നെറ്റീൻ്റെ ഇവിടെയൊക്കെ വന്നായിരുന്നു, പിന്നെ ഇപ്പുറത്തെ കവിളിലോട്ടൊക്കെ ഇങ്ങനെ പടർന്നായിരുന്നു. എൻ്റെ സ്കിന്നിൻ്റെ ടോൺ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു വെള്ള പാച്ചസ് വരുമ്പോൾ സ്കിന്നിൽ നന്നായിട്ട് എടുത്ത് അറിയുന്നുണ്ടായിരുന്നു, നല്ല രീതിക്ക്. ഇടയ്ക്കൊന്നും വെച്ച് ഞാൻ ഒരു ഫോട്ടോ കൂടി ഞാൻ എടുക്കാറില്ല. കാരണം നല്ല രീതിക്ക് ഏതൊരു ഫോട്ടോയിലായിക്കോട്ടെ എന്തിലായിക്കോട്ടെ നല്ല രീതിക്ക് എൻ്റെ ഇഷ്യൂസ് എടുത്ത് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പം സർജറി കഴിഞ്ഞത് കൊണ്ട് തന്നെ റെസ്റ്റിലായിരുന്നതുകൊണ്ടും പെട്ടെന്ന് എനിക്ക് സ്കിൻ ക്ലിനിക്കിലോ അവിടെ ഇങ്ങ് കാണിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷെ കുറച്ചൊന്ന് ഓക്കെ ആയ സമയത്ത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് സ്കിൻ ക്ലിനിക്കിലാണ്, സ്കിൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അത്രയും കൺസേൺ ആണ് എൻ്റെ സ്കിന്നിൽ ഇങ്ങനെ. എനിക്ക് സത്യമായ എൻ്റെ സ്കിന്നിൽ ഇങ്ങനെ ഇഷ്യൂസ് വന്നത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ഈ വൈറൽ പ്രോഡക്ട്സൊക്കെ വാങ്ങി ട്രൈ ചെയ്യുന്ന ടൈപ്പാണ്. എന്ത് വൈറൽ പ്രോഡക്ട്സ് ഇപ്പം ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ ഓരോ വൈറലാവുന്ന പ്രോഡക്ട്സൊക്കെ വാങ്ങി ട്രൈ ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഫേസൊക്കെയാണ്. അപ്പം എനിക്ക് എന്നിട്ട് പോലും ഇഷ്യൂസ് വരാത്തൊരു സ്കിന്നിന് പെട്ടെന്നൊക്കെ ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നപ്പം എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുറേ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യം പോകുന്നത് ഇവിടെ ഒരു ട്രിവാൻഡ്രത്തുള്ളൊരു സ്കിൻ ക്ലിനിക്കിൽ തന്നെയാണ്. പിന്നെ അവിടെ വൈറ്റമിൻസിൻ്റെ ടാബ്ലറ്റൊക്കെ തന്നിട്ടും മാറാതിരുന്നത് കൊണ്ട് ആ ഡോക്ടർ തന്നെയാണ് എൻ്റെ അടുത്ത്. ട്രിവാൻഡ്രത്ത് മെയിനായിട്ട് 2 ഫേമസ് സ്കിൻ ഡോക്ടേഴ്സ്, ഡെർമറ്റോളജിസ്റ്റാണ് ഉള്ളത്. ഒന്ന് യോഗിരാജും ഒന്ന് ഉണ്ണിത്താനും. അപ്പം ആ ഡോക്ടർ എൻ്റെ അടുത്ത് യോഗിരാജിൻ്റെ അടുത്ത് കാണിക്കാനാണ് പറഞ്ഞത്. കാരണം അവിടെ നിന്ന് വൈറ്റമിൻസിൻ്റെ ഇതൊക്കെ കിട്ടിയിട്ടും ഗുളികളൊക്കെ കഴിച്ചിട്ടും സത്യമായ സ്കിൻ അങ്ങോട്ട് മാറുന്നില്ലായിരുന്നു. അപ്പം അങ്ങനെയാണ് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞത് യോഗിരാജിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം യോഗിരാജിനെ ഞാൻ കോൺടാക്ട് ചെയ്തപ്പോഴത്തേനും അത് നല്ല ഡിലേ ആകുമായിരുന്നു. ഡോക്ടർ എപ്പോഴൊന്നും ഇവിടെ ഉണ്ടാവാറില്ലല്ലോ. അപ്പം പോരാത്തതിന് യോഗിരാജ് ഭയങ്കര എക്സ്പെൻസീവാണ്. അങ്ങനെയാണ് ഞാൻ ഉണ്ണിത്താൻ ഡോക്ടറിനെ കാണിക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞാൻ പോയി കാണിക്കുന്ന ഉണ്ണിത്താൻ ഡോക്ടറിനെ ചെന്ന് കാണിച്ചു. ഡോക്ടറുടെ അടുത്ത് നമുക്ക് എന്തുകൊണ്ട് വന്ന് എന്ന് പോലും ചോദിക്കാൻ പറ്റില്ല. കാരണം ഡോക്ടർ ഇങ്ങനെ ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അപ്പോൾ ഇങ്ങനെ മെഡിസിൻസ് ഇങ്ങനെ നമ്മുടെ മുഖം കണ്ട ഉടനെ തന്നെ എന്നോട് ആദ്യം ചോദിച്ചാൽ എന്ത് ക്രീം നീ ഉപയോഗിച്ച് എന്നാണ് എൻ്റെ അടുത്ത് ആദ്യം ചോദിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ വൈറ്റനിങ് ക്രീംസോ കാര്യങ്ങളോ ഒന്നും എൻ്റെ ലൈഫിൽ ഇന്നേ വരെ ഞാൻ തൊട്ടിട്ടില്ല, ഇന്നോട്ട് തൊടത്തുമില്ല, എനിക്ക് താല്പര്യമില്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാനൊന്നും ഉപയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷെ അപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിങ്ങനെ മെഡിസിൻസ് ഇങ്ങനെ എഴുതുക ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടറിനെ സംബന്ധിച്ചോളം ഡോക്ടർ ഭയങ്കര ഡോസ് കൂടിയ മരുന്ന് തന്നെയാണ് തരുന്നതും. പെട്ടെന്ന് മാറുന്ന രീതിക്കുള്ള മരുന്നാണ് തരുന്നത്. പെട്ടെന്ന് മാറുന്ന, അതായത് കുറച്ച് എഫക്റ്റീവായിട്ടുള്ള മെഡിസിൻസ് മാത്രമേ ഡോക്ടർ തരാറുള്ളൂ. ഞാൻ വിചാരിച്ചൊരു എക്സ്പെൻസ് ആയിട്ടില്ല, ബട്ട് എന്നാലും എക്സ്പെൻസീവാണ് ചില മെഡിസിൻസിനൊക്കെ തന്നെ 600-700 ഒരു ഓയിൽമെൻറ്റിനൊക്കെ ഉണ്ടായിട്ടുണ്ട് മരുന്നിനൊക്കെ. എന്തായാലും ഞാൻ ഉപയോഗിച്ച ടാബ്ലറ്റ്സോ ഓയിൽമെൻറ്റുകളോ ഒന്നും ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. കാരണം എനിക്കറിയില്ല, ചിലപ്പം എൻ്റെ അതേ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ആൾക്കാർ ആ സെയിം മരുന്ന് ഉപയോഗിച്ചാൽ മാറുമായിരിക്കും. പക്ഷേ എന്തായാലും നിങ്ങളൊരു സ്കിൻ ഡോക്ടറിനെ കാണിച്ചിട്ട് തന്നെ നിങ്ങളുടെ സ്കിൻ ആ ഒരു ഇഷ്യൂവിനനുസരിച്ചുള്ള മെഡിസിൻ അല്ലെങ്കിൽ ഓയിൽമെൻറ്റ് ആയിക്കോട്ടെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അങ്ങനെ കാണിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ അതേപോലത്തെ വാങ്ങി യൂസ് ചെയ്താൽ നിങ്ങളുടെ സ്കിൻ ചിലപ്പം സ്യൂട്ടായില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഞാൻ ഞാൻ ഉപയോഗിച്ച മെഡിസിൻസോ ഓയിൽമെൻറ്റ്സോ ഒന്നും ഞാൻ എന്തായാലും ഇതിൽ കാണിക്കുന്നില്ല. എന്തായാലും ഡോക്ടർ എനിക്ക് ഈ മുഖത്ത് വന്ന പാട് മാറാനുള്ള ഓയിൽമെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വൈറ്റമിൻസിൻ്റെ കുറച്ച് ടാബ്ലറ്റ്സ് തന്നിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് വൈറ്റമിൻസ് നല്ല ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു, നല്ല രീതിക്ക് എനിക്ക് കുറവ് ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇപ്പം സ്കിന്നിൽ ആ ഒരു ഇതെല്ലാം കംപ്ലീറ്റ്ലി മാറി. ഇപ്പോൾ കുറച്ച് ടാനും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. പിന്നെ ഇടയ്ക്ക് വെച്ച് സ്കിന്നൊക്കെ ഡ്രൈ ആയി പോയിട്ടുണ്ടായിരുന്നു. ഈ പാട് വന്നിരുന്ന സമയത്ത് തന്നെ എനിക്കിങ്ങനെ
ഇളക്കിയെടുക്കാൻ പറ്റുന്നുള്ള രീതിക്കും അതിൻ്റെ എൻ്റെ ഫോട്ടോ ഉണ്ട്, ഞാൻ ഇവിടെ സൈഡിൽ എന്തായാലും കാണിക്കാം. ഇളക്കിയെടുക്കാൻ പറ്റുന്ന രീതിക്ക് സ്കിന്ന് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതെല്ലാം കൂടി ഇങ്ങനെ ഒത്തു വന്നപ്പോഴത്തേനും ഞാൻ ആകെ എനിക്കങ്ങ് ഒരുമാതിരി ആയിപ്പോയിട്ടുണ്ടായി. കാരണം എൻ്റെ സ്കിന്നെന്ന് പറഞ്ഞാൽ ഓയിലി സ്കിന്നാണ്. ആ ഓയിലി സ്കിൻ ഇങ്ങനെ ഡ്രൈ ആയി പോകണം എന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ചു എൻ്റെ സ്കിൻ തീർന്ന്, സ്കിന്നൊക്കെ നാശമായിപ്പോയി, എൻ്റെ സ്കിന്നിൻ്റെ ബാരിയറെല്ലാം അടിച്ചു പോയി എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. സത്യം പറഞ്ഞാൽ അടിച്ചു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് എന്തായാലും പഴയ പോലെ സ്കിന്ന് ഇപ്പോൾ ഇവിടെയൊക്കെ ഓയിലായിട്ടുണ്ട്, പഴയ രീതിക്ക് വന്ന്. എനിക്ക് സത്യം പറഞ്ഞാൽ ഓയിലി സ്കിൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ എപ്പോഴും പറയായിരുന്നു എൻ്റെ ചേച്ചിക്ക് ഡ്രൈ പോലത്തെ സ്കിന്നാണ്. അപ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് ഡ്രൈ സ്കിൻ മതി, എനിക്ക് ഓയിലി സ്കിൻ വേണ്ട, എനിക്ക് ഓയിലി സ്കിൻ ഇഷ്ടമില്ല എന്നൊക്കെ ഞാനിങ്ങനെ പറയുന്നു. കാരണം എപ്പോഴും ഇവിടെയൊക്കെ ഇങ്ങനെ ഓയിലിങ്ങനെ ഇറങ്ങി ഒരുമാതിരി ഇരിക്കുമായിരുന്നു. പക്ഷെ അത് ആക്ച്വലി നല്ല ഫെയർ ആയിട്ടുള്ള സ്കിന്നിലാണ് ഈ ഓയിലി സ്കിൻ വരുന്നത്. നല്ലൊരു നാച്ചുറൽ ഗ്ലോ ഉള്ള പോലെയൊക്കെ തോന്നും. നമ്മുടെ സ്കിന്നിലൊക്കെ ഒരുമാതിരി ഇല്ല എണ്ണ മെഴുക്ക് കണക്ക് തന്നെ കറക്റ്റ് അറിയാൻ പറ്റും. അപ്പം എനിക്ക് ഭയങ്കര ഇതായിരുന്നു, എനിക്ക് ഓയിലി സ്കിൻ വേണ്ട എന്നൊക്കെ ഉള്ളൊരിതായിരുന്നു. പക്ഷേ ഡ്രൈ സ്കിൻ വന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിച്ച സത്യം പറഞ്ഞാൽ എൻ്റെ ഓയിലി സ്കിൻ എനിക്ക് തിരിച്ച് കിട്ടണേന്ന്. കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഡ്രൈ സ്കിൻ. എനിക്ക് ചിന്തിക്കാനേ പറ്റില്ല ഈ ഡ്രൈ സ്കിൻ ഉള്ള ആൾക്കാരെ പറ്റി. കാരണം എനിക്ക് തോന്നുന്നു അവർ രാവിലെ തൊട്ട് രാത്രി വരെ ഇങ്ങനെ മോയ്സ്ചറൈസർ ഇട്ടിട്ട് നടന്നാലേ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പോരാത്തതിന് നമുക്കിങ്ങനെ ഇളക്കിയ അവിടെ പിഗ്മെൻറ്റേഷൻ കൂടും. അപ്പോൾ നമുക്കിങ്ങനെ ഇളക്കാനുള്ള ടെൻഡൻസി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഞാനൊക്കെ ഇങ്ങനെ ഇരുന്ന് ഇളക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ അടുത്തുള്ളവർ എൻ്റെ കയ്യിലേക്കൊക്കെ എന്നെ അടിച്ചിട്ട് ഇങ്ങനെ ആക്കില്ലെന്ന് പറയും. എനിക്ക് ഫാർമസിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അവളിങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, ഇങ്ങനെ ഇളക്കരുത് എന്ന് പറഞ്ഞിങ്ങനെ എന്നെ ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ നമുക്കിങ്ങനെയെന്ന് വെച്ചാൽ ഇങ്ങനെ ഇളക്കിക്കാനുള്ളൊരു ടെൻഡൻസി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പം എന്തായാലും ഇപ്പം ഞാൻ ഹാപ്പിയാണ്. ഇപ്പം എൻ്റെ സ്കിന്നിൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇപ്പം ഞാനെൻ്റെ ഫസ്റ്റ് കാണിച്ച സ്കിൻ ക്ലിനിക്കിലോട്ട് ബാക്കി ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇപ്പം എടുക്കാൻ തുടങ്ങി. കാരണം മുഖത്തൊന്നും ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യാൻ പറ്റുന്നൊരു സ്ഥിതിയിൽ അല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പം എൻ്റെ ബാക്കി സ്കിൻ ട്രീറ്റ്മെൻറ്റ്സൊക്കെ ഞാനിങ്ങനെ ചെയ്ത് വരികയാണ്. അപ്പം എൻ്റെ അടുത്ത് ഞാൻ കുറച്ച് ഷോർട്സൊക്കെ ഇടുമ്പോഴത്തേനും കുറച്ച് ആൾക്കാരൊക്കെ എൻ്റെ ചോദിച്ചിട്ടുണ്ട് സ്കിൻ ഇഷ്യൂസ് എന്തായി, എന്തുകൊണ്ടിങ്ങനെ സ്കിൻ ഇഷ്യൂസ് വന്ന് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി മാറി ഞാനൊന്ന് ഓക്കെ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. ആക്ച്വലി അതൊരു കുറേ മന്ത് എടുത്തിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കുറച്ച് നാളെ എടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും ഇതെല്ലാം ഒന്ന് മാറാൻ വേണ്ടിയിട്ട്. ബട്ട് ഫൈനലി എനിക്ക് മാറി. ഞാനതിലിപ്പോൾ ഹാപ്പിയാണ്. ഞാൻ മെയിനായിട്ട് ഞാൻ പറയുകയാണ്, ഞാൻ കാണിച്ചത് ഡോക്ടർ ഉണ്ണിത്തന്നെയാണ് ഞാൻ കാണിച്ചത്. ഇപ്പോഴും ഞാൻ ചില സ്കിന്നിൻ്റെ ഇഷ്യൂസ് അല്ല, എൻ്റെ ചില സ്കിൻ കൺസേൺസിന് ഞാൻ ഉണ്ണിത്തന്നെ കാണിക്കുന്നുണ്ട്. ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ വേറെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് സ്കിൻ ക്ലിനിക്കിലും സ്കിന്നിൻ്റെ കൺസേൺസിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ണിത്തന്നെ തന്നെയാണ് കാണിക്കുന്നത്. അപ്പം ഇത്രയൊക്കെയുള്ളൂ എൻ്റെ സ്കിന്നിൻ്റെ ഇഷ്യൂസ്. ഇപ്പം എന്തായാലും എല്ലാം മാറി, ഞാൻ ഓക്കെയാണ്. നമുക്കിനി കണ്ടിന്യൂസ് വീഡിയോ ഇടാം. ഇങ്ങനെ ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടപ്പോഴും ഇതും പറഞ്ഞിട്ടാണ് പോയത്. മടി എന്ന് പറയുന്ന ഒരു കാര്യം എന്നെ വല്ലാണ്ട് ഹിറ്റ് ചെയ്യുന്നുണ്ട്. എനിക്കറിയില്ല, ഞാൻ വെറുതെയാണ് വീട്ടിൽ ചില സമയത്ത് ഇരിക്കാറ് രാവിലെ തൊട്ട് വൈകിട്ട് വരെ. എന്നാൽ കൂടിയും എനിക്ക് എണീറ്റൊരു വീഡിയോ എടുക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷേ മൈൻഡിൽ യൂട്യൂബ് വീഡിയോ ചെയ്യണം. പക്ഷേ പുറമേ എനിക്ക് എൻ്റെ മടി കാരണം എനിക്ക് യൂട്യൂബ് വീഡിയോ ചെയ്യാനും വയ്യ. അങ്ങനെയാണ്. ഇങ്ങനെ യൂട്യൂബ് വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു മൂഡ് വരുമ്പോഴത്തേനും ഇങ്ങനെ ഇവിടെ വണ്ടിയും ബഹളവും കാര്യങ്ങളും ആയിരിക്കും. ഇല്ലെങ്കിൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. സോ എന്തായാലും നമുക്ക് ഇനി കണ്ടിന്യൂ വീഡിയോസ് ഇടാം. അപ്പം എൻ്റെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.